കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്കൊരു കോൾ വരെ ഉണ്ടായി. വീടിന് പുറകു സൈഡിൽ അണലി എന്ന് പറഞ്ഞു. അതിപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ അത് അണലി അല്ലായിരുന്നു, അതൊരു നീർക്കോലിയായിരുന്നു. അതിൻ്റെ വീട്ടുകാരൻ പറഞ്ഞത് അണലി എന്നാണ്, വീട്ടിനടുത്തുള്ള ആളും പറഞ്ഞു അണലി എന്ന്. പക്ഷേ അത് അണലി അല്ലായിരുന്നു, അതൊരു നീർക്കോലിയായിരുന്നു. എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ സർപ്പ ആപ്പുണ്ട്. ഈ സർപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ പാമ്പിൻ്റെയും ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാനും പറ്റും. എന്നും പറഞ്ഞ് കൈകാര്യം ചെയ്യാൻ പാടില്ല, ഇതിനെക്കുറിച്ചൊരു അറിവ് കിട്ടും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെ തിരിച്ചറിയാനും സാധിക്കും. പിന്നെ അടുത്തുള്ള ഏതെങ്കിലും സ്നേക്ക് റെസ്ക്യൂർമാരെ വിളിച്ച് അതിനെ അങ്ങ് പിടിച്ചൊഴിവാക്കുമ്പോൾ പിന്നെ ആ ഒരു ശല്യം ഉണ്ടാവില്ല. കാരണം അവർ കൊല്ലാൻ വേണ്ടി നിന്നതാണ്. അപ്പോൾ വീട്ടുകാരൻ പറഞ്ഞു കൊല്ലണ്ട, അതിനാരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ചാണ് പോയത്. അണലി എന്ന് പറഞ്ഞപ്പോൾ ഞാനും പ്രതീക്ഷിച്ചു അണലിയായിരിക്കുമെന്ന്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് കണ്ടത് അതൊരു നീർക്കോലിയായിരുന്നു. ഈ മഴ സമയമായതുകൊണ്ട് ഓടയെന്ന് വന്ന് കയറിയതായിരിക്കാം. പക്ഷെ അവർ അണലി എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ പാമ്പിനെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എങ്കിൽ ആരും കൈകാര്യം ചെയ്യാൻ നിൽക്കരുത്, അത് തെറ്റാണ്. ഇതുപോലെ ചെയ്തു ഒരുപാട് പ്രാവശ്യം ഒരുപാട് പേർക്ക് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മാക്സിമം ശ്രദ്ധിക്കുക, വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കുക. ഈ എലി, തവള, പല്ലി, പാറ്റ ഇതിൻ്റെ സാന്നിധ്യം ഉള്ള സ്ഥലങ്ങളെല്ലാം നല്ല വൃത്തിയാക്കി സൂക്ഷിക്കുക. അപ്പോൾ ഇതുപോലുള്ള ജന്തുക്കളുടെ ശല്യങ്ങൾ കുറവായിരിക്കും. മാക്സിമം വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഒരു പാമ്പിനെ തിരിച്ചറിയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കൈകാര്യം ചെയ്യാൻ പോകരുത്, അത് വലിയൊരു അപകടമാവും. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് എല്ലാ പാമ്പിനെയും തിരിച്ചറിയാനും സാധിക്കും. ഓക്കെ, താങ്ക് യു.